അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉളുഹിയത്തിന്റെ നിയ്യത്ത് എപ്പോഴാണ് എടുക്കേണ്ടത്? ദുൽഹജ്ജ് മാസത്തിലാണോ അല്ലെങ്കിൽ അറുക്കുന്ന നേരത്താണോ? ഇതുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽഹജ്ജ് മാസത്തിന് മുമ്പ് തന്നെ ഒരാൾ ഉളുഹിയത്തിന് വേണ്ടി കരുതുകയും മൃഗത്തെ കണ്ടുവെക്കുകയും ചെയ്താൽ ആ സമയത്ത് തന്നെ നിയ്യത്ത് ആരംഭിക്കുന്നതാണ്, നിയ്യത്ത് തുടങ്ങാവുന്നതാണ്. ആ നിയ്യത്ത് അവസാനിക്കുന്നത് എപ്പോഴാണോ ബലികർമ്മം നടത്തുന്നത് ആ സമയത്താണ് ആ നിയ്യത്ത് അവസാനിക്കുന്നത്. ഇനി അതല്ല, ഒരാൾ ഉളുഹിയത്ത് ദുൽഹജ്ജ് മാസം തുടങ്ങി അതിനിടയിലാണ്, പെരുന്നാളിന്റെ തലേ ദിവസമാണ് ഉളുഹിയത്ത് ഇറക്കാൻ ആഗ്രഹിച്ച ഒരു മൃഗത്തെ വാങ്ങിയതെങ്കിൽ ആ ഉളുഹിയത്തിന് മുമ്പ്, ആ ബലികർമ്മത്തിന് മുമ്പ് വരെ അയാൾക്ക് നിയ്യത്ത് എടുക്കാവുന്നതാണ്. ഏതായാലും നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ദുൽഹജ്ജ് മാസത്തിന് മുമ്പ് ബലികർമ്മത്തെ വാങ്ങി നിയ്യത്തെടുത്താലും, ഇനി അതല്ല അയ്യാമു തശ്രീഖിന്റെ അവസാന സമയത്താണ് ബലിയെറുക്കണം എന്ന് നമുക്ക് തോന്നിയത്, അപ്പോൾ മൃഗത്തെ വാങ്ങി ബലിയെറുക്കാൻ തീരുമാനിച്ചാലും നിയ്യത്ത് ആ ദിവസങ്ങളിൽ എടുക്കാം. എന്നാൽ അയ്യാമു തശ്രീഖ് കഴിഞ്ഞാൽ പിന്നെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് പ്രസക്തിയില്ല. ഹദീസുകൾ കൃത്യമാണ്. ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്ത് ആവശ്യമാണ്. നിയ്യത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ നിയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഒരാൾ ദുൽഹജ്ജ് മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസത്തിന്റെ പിറവിയോടുകൂടി നിയ്യത്ത് എടുത്തു കഴിഞ്ഞാൽ അയാൾ ശരീരത്തിൽ നിന്ന് രോമവും അതേപോലെ തന്നെ നഖവും മുടിയും നീക്കാൻ പാടില്ല, ഹത്താ യുലഹിയ, ഉളുഹിയത്ത് കഴിയുന്നത് വരെ. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, അത് നമ്മൾ പാലിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ദുൽഹജ്ജിന് മുമ്പ് ഉളുഹിയത്തിന്റെ നിയ്യത്തെടുക്കുന്നത് കൊണ്ട് വിരോധമില്ല, അങ്ങനെ ആകാം, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഇനി ദുൽഹജ്ജ് മാസത്തിലാണോ, ദുൽഹജ്ജിന്റെ 1-ാം തീയതിയാണോ എങ്കിൽ അങ്ങനെയും ആവാം. ഇനി അല്ല, ദുൽഹജ്ജിന്റെ 10-ന് മുമ്പായിട്ടാണോ അങ്ങനെയും ആവാം. ഇനി പെരുന്നാളിന്റെ അന്ന് അയ്യാമു തശ്രീഖിന് മുമ്പായിട്ട്, അതായത് അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10, വലിയ പെരുന്നാള് 11, 12, 13, ഈ ദിവസങ്ങളിൽ ആ അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിന്റെ മഗ്രിബിന് മുമ്പായി, അന്ന് രാവിലെയോ അതിന് മഗ്രിബിന് മുമ്പായി ഒരാൾ ബലികർമ്മം നടത്താൻ തീരുമാനിച്ച് നിയ്യത്തെടുത്താൽ അതും സ്വീകാര്യമാണ്. ഇതാണ് ഉളുഹിയത്തിന്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ആ നിയ്യത്തിൽ ഇത്ര എണ്ണത്തെ അറുത്തു, അല്ലെങ്കിൽ ഇത്ര കിലോ കൊടുത്തു, ഇത്ര കിലോ മാംസം വിതരണം ചെയ്തു, ഇത്ര പോത്തിനെ ഞങ്ങളുടെ മഹലിൽ അറുത്തു, ആ ഒരു നിയ്യത്തല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലയനാല അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ, അല്ലാഹു അതിന്റെ ഇറച്ചിയോ രക്തമോ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അല്ലാഹുവിന് ആവശ്യമായത് നിങ്ങളുടെ തഖ്വയാണ്, മനസ്സിന്റെ ശുദ്ധിയാണെന്ന് പറഞ്ഞതുപോലെ നിയ്യത്ത് ആ രൂപത്തിൽ നമ്മൾ കരുതുക. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.